أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അൽഹംദുലില്ലാ ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നഈം ആരിഫ്, നഈം ഇന്നലെ എന്താണ് ക്ലാസ്സിൽ പറഞ്ഞത്? എന്തിനെ പറ്റിയാണ്? എന്തായിരുന്നു ടോപ്പിക് ഇന്നലെ? നല്ല ഫുഡിനെ പറ്റി. ഫുഡിനെ പറ്റിയാണ്. ഫുഡിനെ പറ്റി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് ചീത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, നല്ല ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ പിന്നെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അത്ര മാത്രം അല്ലേ? ഓക്കെ. പിന്നെന്താ ജന, ഫൈറ്റിനെ കുറിച്ച് എന്തിനെ പറ്റി? ആ ഫൈറ്റിന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ടോപ്പിക്കാണ് ഫൈറ്റ്, അടിപിടി അല്ലേ? ഓക്കെ ഓക്കെ, ശരി. എല്ലാവരും പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ അടിപിടി ഒന്ന് മനസ്സിൽ വിചാരിക്ക്. നിങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഫൈറ്റ് മനസ്സിൽ വിചാരിക്ക്. വിചാരിച്ചാ? ആർക്കാ കിട്ടിയത്? ഓർമ്മയിൽ വന്നോ? നിങ്ങളുടെ ഏറ്റവും വലിയ ഫൈറ്റ് സ്കൂളിൽ നിന്നാണോ, ക്ലാസ്സിൽ നിന്നാണോ, പ്ലേ ഗ്രൗണ്ടിൽ നിന്നാണോ? നിങ്ങളെ ഫൈറ്റ് എവിടെ നിന്നാണ് ഉണ്ടായതെന്നൊന്ന് മനസ്സിലാലോചിച്ച് നോക്ക്. ആഷ്മിലിന് കിട്ടിയാ? ഓർമ്മയിൽ വന്നോ? ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. ഐസാന് ഓർമ്മയിൽ വന്നോ? ഇല്ല, ആർക്കും കിട്ടിയില്ല. നിങ്ങൾക്ക് ഇവന് കിട്ടിയാ? അഷ്ഫാഖിന് കിട്ടിയാ? ആ, ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. എന്ത് അല്ലേ? അങ്ങനെ തന്നെ ഇരിക്കണം ക്ലാസ്സിൽ കേട്ടാ. സിയാദിന് കിട്ടിയാ? എന്ത് ഇപ്പോഴാ വന്നത്. അതായത് നിങ്ങൾ ഇതുവരെ ഫൈറ്റ് ചെയ്തതിൽ ഏറ്റവും വലിയ ഫൈറ്റ് ആരോടായിരുന്നു? ആ ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വന്നോന്ന്. കിട്ടിയാ? ഞാന് നാവ് കൊണ്ടാണ് ഫൈറ്റ് ചെയ്തത്. ഓറൽ ഫൈറ്റ് ആണോ? ഓറൽ ഫൈറ്റ് വേണം. ഓറൽ നമ്മളെ അടുത്ത സെഷനാണ്. ഫിസിക്കൽ ഫൈറ്റ്, നിങ്ങൾ കൈ കൊണ്ട് ഒരാളെ ഇടിച്ചിട്ടുള്ളത് ആരെയാണ്? കൈ കൊണ്ട് അടിക്കുക, ഇടിക്കുക അങ്ങനെയുള്ള അത് ചെയ്തത് ആരെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നായിം, ആരെ അടിച്ചത്? എന്റെ സ്കൂളിലെ പൈതാനി പറയുന്ന ചങ്ങായി. ഓക്കെ. എന്തിനാ അടിച്ചത്? എന്തിന്? അമ്മ കളിക്കുന്ന നടക്കുന്ന ആ വന്നിട്ട് ചെറുത് എന്നിട്ട് ഞാൻ പറ്റി. ഓനെന്താ ചെയ്തെന്ന് തന്നെ? അവനെന്നെ എന്താ എളുപ്പുണ്ടാന്ന് വിചാരിച്ചു വെച്ചിരുന്നു. മനസ്സിലായില്ല, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. എന്താണ് എളുപ്പുണ്ടാന്ന് വെച്ച് ഓറൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എല്ലാവരും അത് മനസ്സിൽ വെക്കണേ. ന്യായം ഫൈറ്റ് ചെയ്തു, ന്യായം ഒരുത്തനെ പോയിട്ട് അടിച്ചു. എന്താ കാരണം? നാവുകൊണ്ട് ഓൻ പറഞ്ഞ ഭാഷയെ പറയണേ ചൊറിയാൻ വന്നു അല്ലേ? മാന്താൻ വരിക, ചൊറിയാൻ വരിക, അത് ചെയ്തുകൊണ്ടാണ് ഓൻ പോയിട്ട് അടിച്ചത്. നാവാണ് തുടക്കക്കാരൻ, ശ്രദ്ധിക്കണം. ഓക്കെ, ജൗഹർ. ഞാന് വെറുതെ അവിടെ ഇരിക്കുമ്പോ ഞാന് ബ്രേക്ക് ടൈമിന് തിന്നുമ്പോ വെറുതെ വന്നിട്ട് ഒരു കുട്ടി എന്നെ വെറുതെ എന്തോ ചീത്ത വിളിച്ച്. അപ്പൊ അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഒറ്റ അടി കൊടുത്തു. ദേഷ്യം വന്നപ്പോൾ അല്ല, ദേഷ്യം കൺട്രോൾ വിട്ടപ്പോൾ. ദേഷ്യം വന്നപ്പോൾ നമ്മൾ അടിക്കൂല, ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്യും. കൺട്രോൾ നമ്മുടെ അടുത്തുനിന്ന് വിടുമ്പോൾ നമ്മൾ അടിക്കും അല്ലേ? അപ്പോഴും ജൗഹറിൻ്റെ പോയിന്റ് ശ്രദ്ധിക്ക്. ജൗഹർ പറഞ്ഞു, ന്യായം പറഞ്ഞു, രണ്ടിൻ്റെയും തുടക്കം നാവ് കൊണ്ട് വേറൊരു കുട്ടി വന്നിട്ട് സംസാരിച്ചതാണ്. ഓക്കെ, ഇനി ആരാ? അഷ്ഫാഖ്. എന്തിന്? മറ്റോനെ ഉറങ്ങുന്ന സമയത്ത് വന്ന് ശല്യം എടുത്തി. നീ ഉറങ്ങുമ്പോ അവൻ എന്താ ശല്യം ചെയ്തത്? എണീച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മുടി പിടിച്ച് വലിക്കും.
എണീക്ക് എന്ന് പറഞ്ഞിട്ടാ നിന്നെ വിളിച്ചുണർത്താൻ വന്നതാ? ആ ഓക്കെ, ഉണർത്താൻ വന്നതല്ലേ? എന്തിനാ ഉണർത്തിയത് അവനെ? അറിയില്ല വെറുതെ ഒരു കാര്യമില്ലാതെ വന്നിട്ട് ശല്യം ചെയ്തപ്പോൾ നീ എന്ത് ചെയ്ത്? ഒരു അടി കൊടുത്തു അല്ലേ? ഓക്കെ. ഹാഷിർ ആരെ അടിച്ചത്? ആരും അടിച്ചിട്ടില്ല. ഇന്നത്തെ അല്ല, നീ വേൾഡിൽ ഭൂമിയിൽ വന്ന ശേഷം ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ആ, ആരെ? എന്റെ താത്താനെ. എന്തിന്? ആ, എന്തെങ്കിലും എന്തിനെങ്കിലും അടിക്കേ? ഒരു കാര്യമില്ലാതെ അടിക്കോ? അതുണ്ടാവില്ല. ഒരു കാര്യമില്ലാതെ ഒരാൾ അടിക്കൂല. ഒരു റീസൺ ഉണ്ടാവും. എവരി ആക്ഷൻ ബൈ എ റിയാക്ഷൻ. അഹമ്മദ്, നീ ആരെ അടിച്ചത്? ഞാൻ ആരും അടിച്ചിട്ടുണ്ട്. ഇതുവരെ ആരെയും അടിക്കാത്ത കുട്ടിയോ? നിനക്ക് അവാർഡ് തരണല്ലോ. അടിച്ചു അതന്നെ ചോദിച്ചാ, ആരടിച്ചു? കാക്കാനെ എന്തിന്? വെറുതെ. വെറുതെ അടിക്കൂല. നിങ്ങളത് കളവ് പറയാ. വെറുതെ ഒരു കാര്യമില്ലാതെ കാക്കാടെ വെറുതെ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കും, നിങ്ങൾ പോയി ഒറ്റടി അടിക്കും. നിങ്ങൾ എന്താ വട്ടോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കൂല. ഒരു കാരണം ഉണ്ടാവും. ഒരടി നടക്കണമെങ്കിൽ അടിക്ക് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. അഫാൻ ആരെ അടിച്ച്? കാക്കാനെ എന്തിന്? അടച്ച് ഫോൺ തുറന്നൊരാഴ്ച റൂം തുറന്നൊരേറ്റ്. അയാൾക്ക് ഫോൺ തുറന്നൊരാഴ്ച ലാപ്ടോപ്പ് ആ, തുറന്നൊരാഴ്ച. ഫോണ് തുറന്ന് തരാത്തതുകൊണ്ട് അല്ലേ? പാസ്വേഡ് കാക്കൻ്റെ കയ്യിലാണ്, കിട്ടിയില്ല. സിയാദ് ആരെ അടിച്ചു? എന്റെ കസിന്റെ എന്തിന്? വെറുതെ വന്നിട്ട് തൊട്ടിട്ട് വേഗം ഓടിക്കാളും, വെറുതെ അടിച്ചിട്ട് വേഗം ഓടിക്കാളും. ആ, വെറുതെ ഒരു കാര്യമില്ല ഒന്ന് തോണ്ടുക അല്ലേ? ഓക്കെ. പിന്നെ പിന്നെ ആരാ? കൈ ഇങ്ങനെ കാണിക്ക്. അടിച്ചവരുണ്ടോ? ഇല്ല. ഓക്കെ. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന എല്ലാവരും ഓൺ ആക്ക് കേട്ടോ, എന്നാലേ ഞാൻ കാണുള്ളൂ, നിങ്ങൾ സംസാരിക്കുള്ളൂ. വീഡിയോ ഓൺ ആക്ക്. യാത്ര ചെയ്യുന്നവരും കാറിലിരിക്കുന്നവരും ഓൺ ആക്കിക്കോ കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ കാരണം. അപ്പോൾ ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും കാരണം എന്താണ്? അടിക്കുള്ള കാരണം ഫസ്റ്റ് നാവുകൊണ്ടുള്ളൊരു സംസാരമാണ്. അപ്പം എല്ലാ ഫൈറ്റിൻ്റെയും കാരണം തുടക്കം നാവാണ്. ഓക്കെ, നാവ് ഓറൽ ഫൈറ്റ് തുടങ്ങിയിട്ട് അതിൻ്റെ സെക്കൻഡ് വേർഷനാണ് തല്ലുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഈ തല്ലിനെ ഒഴിവാക്കാൻ പറ്റും. നിങ്ങളോടാണ് ചോദ്യം, എങ്ങനെ നമുക്കൊരു ഫൈറ്റ് ഒഴിവാക്കാം? രണ്ട് വഴിയുണ്ട് ഫൈറ്റ് ഒഴിവാക്കാൻ. ഇന്നലെ ഒന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ജോഹർ വീണ്ടും. മുട്ടായി വാങ്ങിച്ചു കൊടുക്കാം. മുട്ടായി വാങ്ങിച്ചു കൊടുത്താൽ ഫൈറ്റ് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇന്നലെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ട്? അവിടെ ഫാന്. ഓര് നമ്മളെന്ത് ചെയ്താലും നമ്മളങ്ങോട്ട് ഒന്നും ചെയ്യാതെ അതാണ് രണ്ടാമത്തെ. ഇന്നലെ നമ്മൾ പറഞ്ഞത് വേറെ കാര്യമാണ്. ഇന്ന് അഫാൻ പറഞ്ഞതാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ സൊബർ ചെയ്യാം. ഖുറാനിൽ പറഞ്ഞ് വസ്ബിർ സൊബറൻ ജമീല. നമ്മൾ വിട്ടുകൊടുത്ത ആള്. ഓക്കെ, എങ്ങനെ വിട്ടുകൊടുക്കുക? നാഫിയ വീഡിയോ ഓൺ ആക്കി, നിന്നെ കാണണ്ടേ? എന്നാലല്ലേ നിന്നോട് സംസാരിക്കാൻ പറ്റൂ. വീഡിയോ ഓഫ് ആക്കിയിരിക്കുന്ന എല്ലാ കുട്ടികളും ഒന്നെങ്കിൽ വീഡിയോ ഓൺ ആക്കുക, അല്ലെങ്കിൽ പോയിട്ട് ലൈവ് കണ്ടോളൂ. ഇതിൻ്റെ ലൈവ് ഇല്ലേ, അത് കണ്ടാൽ പോരെ. ഇവിടെ വന്നിരിക്കണം അല്ലേ? ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതിൽ പങ്കെടുക്കണം. ഓക്കെ, അപ്പോൾ ഫൈറ്റ് ഒഴിവാക്കാനുള്ള രണ്ട് വഴികൾ, ഒന്ന് നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സംസാരം ഒഴിവായാൽ തന്നെ ഫൈറ്റ് ഒഴിവാകും. രണ്ട്, ക്ഷമിക്കുക, സൊബർ ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഫൈറ്റ് ഒഴിവാക്കാൻ സൊബർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈപൊക്ക്. ഒരു ഫൈറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ കൈപൊക്ക്. വീണ്ടും ജൗഹർ പറയും. ഇന്നലെ ക്ലാസ്സിലിരിക്കുമ്പോ ഒരു കുട്ടി വന്നിട്ട് എന്നെ ഒറ്റൊരു കുത്ത്. അപ്പൊ അപ്പൊ ഞാന് ഒന്നും അവന് ചെയ്തിട്ടില്ല. ഓക്കെ, വെറുതെ ഒരു കുത്തല്ലേ? അപ്പോൾ തിരിച്ചങ്ങോട്ട് അടിക്കാതിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും പവർ ആർക്കാണ്? സിക്സ് പാക്ക് ഉള്ള ആളിനാ? നല്ല മസിലുള്ള ആളിനാണോ? നല്ല ശക്തിയുള്ള ആളിനാണോ? അല്ല. നിങ്ങൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്
നിങ്ങൾ ഒരാൾ ഒരു പ്രശ്നം ചൊറിയാൻ വന്ന് എൻ്റെ ന്യായം പറഞ്ഞ പോലെ ചൊറിയാൻ വന്ന് അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ശല്യം ചെയ്യാൻ ഒരാൾ വന്നാൽ നിങ്ങൾ അയാളെ തിരിച്ച് ശല്യം ചെയ്യാതെ സെൽഫ് കൺട്രോൾ മനസ്സുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളാണ് ഏറ്റവും വലിയ ശക്തൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയമാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയം. ഹൈസാന്. ഉസ്താദെ, ദേഷ്യത്തില് പുഞ്ചിരിക്കുമ്പോല്ലേ ദേഷ്യം പിടിക്കുമ്പോൾ ചിരിക്കുക അല്ലേ? ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കുറേ പണികളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ദേഷ്യം വരുമ്പോൾ അത് നിർത്താനുള്ള പരിപാടി, ആ ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള പരിപാടി? ഹൈസാന് പറഞ്ഞേ. ഉളു ചെയ്യുക. ദേഷ്യം ഇങ്ങോട്ട് വരുമ്പോൾ നേരെ ബാത്റൂമിൽ പോവാ. എപ്പോഴാണോ ദേഷ്യം വരുമ്പോൾ ഒറ്റ പോക്ക് ബാത്റൂമിൽ, എന്നിട്ട് പോയിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒന്നെടുത്ത് കഴിയുമ്പോഴത്തെ ദേഷ്യം പോകും. നല്ലൊരു പരിപാടിയാണ്, നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി. വീട്ടിൽ എപ്പോഴെങ്കിലും ദേഷ്യം നേരെ ബാത്റൂമിൽ പോവാ. ജൻഹ, എന്താ പണി ദേഷ്യം വന്നാല്? 10 നേരെ റിവേഴ്സ് ആയിട്ട് അത് കുറച്ചുകൂടെ കൂടുതലുണ്ട്. നല്ല ദേഷ്യമുള്ളവരാണെങ്കിൽ 100 മുതൽ 1 വരെ -99, 98 അങ്ങനെ എണ്ണി വരിക. പറ്റുമെങ്കിൽ ഹിന്ദിയിലും അറബിയിലും കൂടെ എണ്ണിക്കോ. ഓക്കെ, അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ദേഷ്യം പോകും. ഈ ദേഷ്യത്തിന് മാക്സിമം എത്ര സെക്കൻഡാണ് ഉണ്ടാവുക എന്നറിയോ? ഒരാൾക്ക് ദേഷ്യം എത്ര സെക്കൻഡാണ് ഉണ്ടാവുക? മാക്സിമം 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ്. ഇതാണ് ഒരു ദേഷ്യത്തിൻ്റെ ടൈം. ഓക്കെ, 1 മിനിറ്റിൻ്റെ എക്സീഡ് കുട്ടികൾക്കൊന്നും ദേഷ്യം വരില്ല. 1 മിനിറ്റ് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും. ഈ 1 മിനിറ്റിന് നമ്മൾ അടിപിടി ഉണ്ടാക്കാതെ നമ്മൾ നിന്നാൽ നമ്മൾ സക്സസ് ആയി. ഓക്കെ, 1 മിനിറ്റ്. ആ 1 മിനിറ്റ് ദേഷ്യമുള്ള സമയം എന്തെങ്കിലും ഒന്ന് ചെയ്യുക, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. വെറുതെ തലകുത്തനെ നിൽക്കുകയെ, അല്ലെങ്കിൽ പൊച്ചുമുടി കിടക്കുകയെ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലേ വീടിൻ്റെ ചുറ്റും ഒരു 10 റൗണ്ട് ഓടുക. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? അല്ല, ഇതിന്റെ ഉത്തരം ഒന്ന് പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞോ. പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിന്നിട്ടാണെങ്കിൽ ഉള്ളത് ഇരിക്കാന്, ഇരുന്നിട്ടാണെങ്കിൽ കിടക്കാൻ. അത് നല്ലൊരു പരിപാടിയാണ്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സിന് ദേഷ്യം വരുമോ? ടീച്ചേഴ്സിന് ദേഷ്യം വരൂലേ? വരില്ലേ? ടീച്ചേഴ്സിന് ദേഷ്യം വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? കൈവക്ക്. ഷുവറാണ്, ഉറപ്പല്ലേ? ടീച്ചേഴ്സിൻ്റെ മെയിൻ പരിപാടി തന്നെയല്ലേ അല്ലേ? ചൂടാവുക, ചീത്ത പറയുക, അടിക്കുക അല്ലേ? അല്ലേ? ആണോ? ചില ടീച്ചേഴ്സ് അങ്ങനെയല്ല. ഞാൻ ദേഷ്യം പിടിക്കാത്ത ടീച്ചറാണ്. ഓക്കെ, ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ 10 ഇയേഴ്സ് 10 വർഷം സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. 10 വർഷവും വളരെ റെയറായിട്ട് ദേഷ്യം പിടിക്കാതിരിക്കുക. എങ്ങനെ ദേഷ്യം വരിക എന്നറിയോ? ഒരു കുട്ടിയോട് നമ്മളൊരു കാര്യം പറയും. എങ്ങനെ ഉദാഹരണമായിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ അഫാൻ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അഫാനെ, നേരെ ഇരിക്കടാ. ഞാൻ ഫസ്റ്റ് എൻ്റെ ടോണാണ് അവനോട് പറഞ്ഞു, നേരെ ഇരിക്കടാ. പിന്നെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അവൻ തിരിഞ്ഞ് കളിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും, എടാ അഫാനെ നേരെ ഇരിക്കടാ. എൻ്റെ ടോണും മാറി അല്ലേ? സൗണ്ട് കുറച്ചുകൂടെ ചൂടായ പോലെ. പിന്നെ അടുത്തത് മൂന്നാമത് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവനിങ്ങനെ കളിക്കാം. അതായത് ഇവന് ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല എന്ന് മാത്രമല്ല, അടുത്തുള്ള കുട്ടീനെ ശല്യം ചെയ്ത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കളിക്കുക. അപ്പം ടീച്ചർ എന്നുള്ളതിലേക്ക് വീണ്ടും ഞാൻ എന്ത് പറയും? എടാ അഫാനെ, നിന്നോടല്ലേ അടങ്ങിയിരിക്കാൻ പറഞ്ഞ്. അപ്പോൾ അതെന്തായി? ചൂടായി. ആ ടോൺ എന്തായി? മൂന്നാമത്തെ അല്ലേ? 3 പ്രാവശ്യമൊക്കെ സഹിക്കുക. 4ാമത് നിങ്ങളാണ് എന്താ ചെയ്യുക? എന്ത് ചെയ്യും നിങ്ങൾ? അതന്നെ ടീച്ചേഴ്സും ചെയ്യണത് അല്ലേ? അടിക്കാൻ പാടില്ല. ഇന്ന് ഇന്ത്യയിലും പാടില്ല, UAE പാടില്ല, മിക്ക രാജ്യങ്ങളിലും ബാൻഡാണ്, അടിക്കാൻ പാടില്ല. നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങൾ അടിച്ചാൽ പോലീസ് സ്റ്റേഷൻ കയറിയാൽ ടീച്ചേഴ്സിന് നല്ല പണി കിട്ടും അല്ലേ? ജോലി പോകുന്ന പരിപാടിയാണ് അടിക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ടീച്ചേഴ്സ് ഇപ്പം അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം മിക്ക ടീച്ചേഴ്സും എന്താ ചെയ്യാന്നറിയോ? എന്താ ചെയ്യുക? നിങ്ങൾ പറ. സിയാദ് പറ. അവൻ്റെ സ്കൂൾ ഇമ്പോസിഷനാ. എടാ 1000 ടൈംസ് എഴുതടാ, എഴുതി പഠിക്കുക. അപ്പോൾ അടിക്കാൻ പറ്റില്ല. നല്ല പണിഷ്മെൻ്റ് ആണ്, റൈറ്റ്? നല്ല പണിഷ്മെൻ്റാണ്. ചില ടീച്ചേഴ്സ് ചെയ്യുക, PT കട്ടാക്കും. PTക്ക് പോകണ്ട മോൻ സ്റ്റാഫ് റൂമിൽ വന്നിരിക്കും കേട്ടാ. അതാണ് ചില കുട്ടികൾക്ക് നല്ല ഫുട്ബോൾ ഭ്രാന്തന്മാരായ ബോയ്സ് എസ്പെഷ്യലി, അവരോട് പറഞ്ഞാൽ മതി, നീ PT പീരീഡ് സ്റ്റാഫ് റൂമിൽ എൻ്റെ അടുത്ത് വന്ന് നിന്നെ നോക്കിയിരിക്കണം. ഓക്കെ, അതാണുള്ള പണിഷ്മെൻ്റ്. അതാണ്. പിറ്റേന്ന് അവൻ ക്ലാസ്സിൽ അടങ്ങിയിരുന്നോളും, റൈറ്റ്? അങ്ങനെ പല പണികൾ. എന്താ ചെയ്യല് ടീച്ചേഴ്സ്? ഒരു കാലിച്ച് നിക്കുക. ഒറ്റക്കല അതൊന്നുമില്ല. ഏത് ഇയർ? 2025-ലോ?
ആ. അതൊന്നുമില്ല, അതൊക്കെ പണ്ടായിരുന്നു. പുറത്താക്കല്, ഒറ്റക്കാലിൽ നിൽക്കുക, മൂക്കൊണ്ട് ക്ഷാന്ന് എഴുതുക, എന്നാ പണിഷ്മെന്റ് അല്ലേ ഏത്തടിപ്പിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ പണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇപ്പോൾ പണിഷ്മെന്റ് ചെയ്യാൻ പാടില്ല, റൈറ്റ്? അങ്ങനെയൊന്നും പണിഷ്മെന്റ് സിസ്റ്റം ഇല്ല. അപ്പോൾ ഈ പണിഷ്മെന്റ് പേടിച്ചിട്ടാണ് പണ്ടൊക്കെ കുട്ടികൾ പഠിച്ചിരുന്നത്. ഇപ്പൊ പണിഷ്മെന്റ് പേടിച്ചിട്ട് പഠിക്കാൻ കഴിയില്ല. ഇപ്പോൾ ചില ടീച്ചേഴ്സ് നല്ല ചീത്ത പറയുന്ന ടീച്ചേഴ്സാണ്. നല്ല ചീത്ത പറയുന്ന ടീച്ചേഴ്സ് ഉള്ളവർ കൈപൊക്ക്. അയ്യോ, എല്ലാവർക്കും ഉണ്ടല്ലോ. നിങ്ങൾക്ക് നല്ല ചീത്ത പറയുന്ന ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ? ഈ ചീത്ത പറയുന്ന ടീച്ചേഴ്സ്, ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. ഈ ചീത്ത പറയുന്ന ടീച്ചേഴ്സ്, തെറി പറയുന്ന ടീച്ചേഴ്സ് ഒന്ന് ടീച്ചേഴ്സിനെ കണ്ടവർ കൈവക്ക്. തെറി പറയുന്ന, എടാ കഴുതേ, മങ്കി, ഡോങ്കി ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ടീച്ചേഴ്സ്, എടാ പൊട്ട ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറയുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ കൈവക്ക്. അങ്ങനെ ഉണ്ടോ? ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സമയം ഒരു പേപ്പറിൽ എഴുതുക നന്നായിട്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണേ. ഓ, ഇവിടെ ശ്രദ്ധിക്ക്. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് എഴുതുക. എന്താ എഴുതണ്ട്? ഏറ്റവും ടോപ്പിൽ അസ്സലാമു അലൈക്കും, മുസ്ലിം ടീച്ചറാണ്, അസ്സലാമു അലൈക്കും തന്നെ എഴുതുക. എന്നിട്ട് ഞാൻ 5th A പഠിക്കുന്ന ഇന്ന കുട്ടിയാണ്, ടീച്ചറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ തള്ളുകയാണ്. ഓക്കെ, ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇത് എഴുതുന്നത്, വേറെ വിഷയം. പക്ഷേ എഴുതാൻ, ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ടീച്ചറുടെ ക്ലാസ്സുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എനിക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലാകാറില്ലെങ്കിലും ടീച്ചറെ ക്ലാസ് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ടീച്ചറോട് ഒരു കാര്യം വളരെ രഹസ്യമായി പറയാനുണ്ട്, ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് കഴുത, മരപ്പൊട്ടൻ, മങ്കി, ഡോങ്കി ഇങ്ങനെയുള്ള പേരുകളൊന്നും വിളിക്കരുത് എന്ന് വിനയ പുരസരം ഞാൻ പേര് ഒപ്പ് എന്നിട്ട് ടീച്ചർക്ക് കൊണ്ടുകൊടുക്കുക. ടീച്ചറെ വായിക്കണം എന്ന് പറയാം. ഉറപ്പാണ് പിറ്റേന്ന് മുതൽ ടീച്ചർ നിങ്ങൾ എന്തായാലും വിളിക്കൂല, ഉറപ്പാണ്, 100%. ഓക്കെ, അതെങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്, റൈറ്റ്? എന്റെ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അന്ന് ക്ലാസ് കുറവാക്കും. എന്താണ്? എന്റെ ടീച്ചറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ക്ലാസ് തന്നെ കുറവാക്കല പണി. കുറവാക്കുന്നല്ല, ഈ മോശമായിട്ട് ആണോ വേർഡ്, ബാഡ് നെയിംസ് വിളിക്കുന്ന ഞാൻ പറഞ്ഞത്. അതൊന്നും ഫുൾ ചെലപ്പോ അങ്ങനെ വിളിക്കല്. നീ ഒന്ന് എഴുതി നോക്ക് കേട്ടാ, എഴുതി നോക്ക് കേട്ടാ. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് 1 ആണത്. എന്നിട്ട് ഈ ടീച്ചർ നന്നായില്ല, വീണ്ടും കുറവാക്കുകയാണെങ്കിൽ അടുത്ത എഴുത്ത് HOD, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് സ്കൂളിൽ. അപ്പോൾ HOD എഴുതുക, ഞാൻ 5th A പഠിക്കുന്ന ഇന്ന കുട്ടിയാണ്, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, ഞാൻ ടീച്ചർക്ക് എഴുതി, പക്ഷെ ടീച്ചർ എഴുതിയതിൻ്റെ പേരിൽ എന്നെ വഴക്ക് പറഞ്ഞു, 100% ടീച്ചറുടെ ഭാഗത്താണ് തെറ്റ്, ഒരു കുട്ടിയോട് കുട്ടികൾ തെറ്റ് ചെയ്യും, പക്ഷേ ഇങ്ങനെ ബാഡ് നെയിംസ് വിളിക്കാൻ പാടുണ്ടോ, അതുകൊണ്ട് ടീച്ചറോട് സാർ ഒന്ന് ഉപദേശിക്കുമല്ലോ എന്ന് പറഞ്ഞ് HOD എഴുതുക. HOD എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും, ഓരോ സബ്ജക്റ്റ് HOD ഉണ്ടാവും. HOD പറഞ്ഞിട്ടും ടീച്ചർ നന്നാവണില്ലെങ്കിൽ പിന്നെ ഹെഡ് പ്രിൻസിപ്പളിന്, പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ, ഞാൻ ക്ലാസ് ടീച്ചർക്ക് കത്തെഴുതി, HODക്ക് കത്തെഴുതി, ഒരു തീരുമാനവുമില്ല, ഇപ്പോഴും ടീച്ചർ നിരന്തരം ഇങ്ങനെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം, പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പോലീസുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതാണ്. ഒപ്പ്. പ്രിൻസിപ്പൾ ടേബിളിൽ കത്ത് വെച്ച് നിങ്ങൾ ഓടിക്കോ, പേരെഴുതണ്ടവാണെങ്കിൽ, പേരെഴുതണ്ട അല്ലേ, പേരെഴുത ഊമക്കത്ത് അല്ലേ, ആരുമില്ല, CCTV ഇല്ലാത്ത സമയത്ത് CCTV പെടും അല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും പോയി ഓടിപ്പോയിട്ട് മാസ്ക് ഇട്ടിട്ട് പ്രിൻസിപ്പളെ ടേബിളിൽ വെച്ചിട്ട് ഓടിക്കളയാ, പ്രിൻസിപ്പൾ എടുത്ത് വായിക്കും ടീച്ചറെ പേര്, കാരണം പ്രശ്നം കിട്ടിയാൽ മതി, പ്രിൻസിപ്പൾ എന്തായാലും ആക്ഷൻ എടുക്കും. പാടില്ല, ചെയ്യരുത്, അങ്ങനെ തെറി പറയാൻ ടീച്ചേഴ്സിന് റൈറ്റ് ഇല്ല, റൈറ്റ്? അടിക്കാനുള്ള റൈറ്റും ഇല്ല. പിന്നെ ടീച്ചർക്കുള്ള പണി എന്താ? ടീച്ചേഴ്സിനുള്ള പണി എന്താ? പഠിപ്പിക്കുക, അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പഠിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യും? പഠിക്കണ്ട അല്ലേ? പഠിക്കാത്ത കുട്ടികൾ പഠിക്കണ്ട. പാവം വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അല്ലേ, ഫീസ് അടക്കുന്ന നിങ്ങളിങ്ങനെ നിങ്ങളെ കളിച്ചിങ്ങനെ നടക്കണം അല്ലേ? ഗൾഫിലുള്ളവർ പ്രത്യേകിച്ച് അല്ലേ ജവഹറെ, അല്ലേ? ഇവിടെ നാട്ടിലാണ് സർക്കാർ സ്കൂളിലൊന്നും 5 പൈസ ചെലവില്ല, ഗൾഫിലേക്ക് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്. എന്നിട്ടോ അവിടെ പോയിട്ട് വെറുതെ പോവുക, അങ്ങോട്ട് പോരുക അല്ലേ? റിസൾട്ട് വേണ്ട പോലെ റിസൾട്ട് ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ റിസൾട്ട് വന്ന അവസ്ഥയാണ് അല്ലേ? 10th റിസൾട്ട്, നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികളുണ്ടോ? ഉണ്ടാ? പാസ്സായാ? വേറെ
സെറ പാസ്സായ CBSE CBSE റിസൾട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടാ ജൗഹർ ഉണ്ടാ? ആ സ്ഥലമുണ്ട്. 10ാം പാസ്സായ ക്ലാസ്സിൽ എന്റെ കസിൻ സിസ്റ്റർക്ക് എല്ലാത്തില് A+. എല്ലാത്തിലും A1 കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇനി നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സിലാ? നിങ്ങളെ ക്ലാസ് ഒന്ന് കാണിച്ചേ. 7th 8th 6 ഇങ്ങനെ വരലുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം പറയാം. ഇന്ന് നമുക്ക് ഫൈറ്റിൻ്റെ കാര്യം നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇനിയുള്ള കുറച്ച് സമയം വളരെ ശ്രദ്ധിച്ച് കേട്ടോ. 10 വിഷയമാണ് നമുക്ക് ഉണ്ടാവുക. CBSE ആണ് 5 6 തോന്നുന്നു. ആ സബ്ജക്ട്സിൽ കംപ്ലീറ്റ് ഫുൾ A1 കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് +1 അഡ്മിഷൻ കിട്ടുള്ളൂ. +1 നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക, +1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനൊക്കെ പറ്റുക. 10th ഫുൾ A1 കിട്ടണം. 10th ഫുൾ A1 കിട്ടണമെങ്കിൽ 9th നന്നായി പഠിക്കണം. 9th നല്ല ടഫാണ്. 9th നന്നായിട്ട് പഠിക്കണേ 8ാം ക്ലാസ് എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രദ്ധിക്കണം. 8ാം ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ 5th 6th 7th ബേസിക് കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ബേസിക് ആയ കാര്യത്തിൽ അത്യാവശ്യം പഠിച്ചിട്ട് നന്നായിട്ട് ഒരു എബോവ് ആവറേജ് പഠിച്ചവർക്ക് മാത്രമേ ഇതിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ തന്നെ ഞാൻ ചോദിച്ചു, കുറച്ച് കണക്കുകൾ ചോദിച്ചു. 4/1 ചോദിച്ചു. ചില കുട്ടിയൊക്കെ അറിയുന്നില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാത്സ് ഇഷ്ടമുള്ളവർ കൈബുക്ക് കുറവാ അല്ലേ? ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ. നിങ്ങൾക്ക് സോഷ്യൽ ഉണ്ടോ അറിയില്ല. സോഷ്യൽ ഉണ്ടോ? ഓക്കെ. ബേസിക് ആയിട്ട് ഹിന്ദി, അറബിക്ക്, ഉറുദു ഉണ്ടോ? ഉറുദു ഇല്ല. ലാംഗ്വേജസ് ഏതൊക്കെ നിങ്ങൾക്ക് വരുന്നത്? ഇംഗ്ലീഷും മലയാളം വരുന്നില്ല. ഇംഗ്ലീഷ്, മലയാളം, അറബിക്ക്, ഹിന്ദി. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഫ്രഞ്ചോ ഏതെങ്കിലും പഠിക്കുന്നുണ്ടോ? നീ ഏതാ ജൗഹർ? വേറെ ഏതുണ്ടോ? വേറെന്ത് ഇസ്ലാമിക്. ഇസ്ലാമിക് അല്ല. ലാംഗ്വേജ് വേറെ ഏതെങ്കിലും പഠിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അല്ലാത്ത ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? ഏതാ ഹൈസാൻ? ഫ്രഞ്ച് പഠിക്കുന്നുണ്ടോ? ഫ്രഞ്ചിൽ അസ്സലാമു അലൈക്കും എങ്ങനെ പറയാ? ഫ്രഞ്ച് ഇസ്ലാമിക് അല്ല. എടാ, അസ്സലാമു അലൈക്കും ഗ്രീറ്റിംഗ് എങ്ങനെയാന്നാ ചോദിച്ചേ. ഹലോ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കലില്ലേ? ഗുഡ് മോർണിംഗ് പറയാൻ കഴിയോ? ഗുഡ് മോർണിംഗ് എങ്ങനെ പറയാം? ബോൺജൂർ. ഫുജൂറാ? ബോൺജൂർ. ഓക്കെ. ജി ഏതാ പഠിക്കുന്നത്? സ്പെഷ്യൽ ഹിന്ദി. സ്പെഷ്യൽ ഹിന്ദിയോ? സ്പെഷ്യൽ സ്പോക്കൺ ആണോ? അറിയില്ല. ഇതായിക്കോട്ടെ, ഹിന്ദി ഉണ്ട് അല്ലേ? ഹിന്ദി പഠിക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. ഹിന്ദി ഇഷ്ടമുള്ളവർ കൈവക്കെ. ഹിന്ദി ഇഷ്ടമുള്ളവർ ഹിന്ദി നോക്കൂ. ഹിന്ദി ഇന്ത്യയിൽ നമ്മൾ ഈ കേരളം കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തൊക്കെ ടൂർ പോകലുണ്ടോ? കേരളം അങ്ങോട്ട് വിട്ടാൽ ഇപ്പം അത് ഇന്ത്യയിൽ തന്നെ ഇവിടെ തന്നെ കുറേ പേര് പിന്നെ ഹിന്ദിക്കാരുണ്ട് അല്ലേ? പുറത്തേക്കുള്ള 29 സ്റ്റേറ്റ്സിൽ ഒരു 27 സ്റ്റേറ്റ്സിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ് ഹിന്ദി. പിന്നെ പാകിസ്ഥാൻ ആവട്ടെ, വേറെ ഏത് രാജ്യമാവട്ടെ, ഇനി ഒന്നും വേണ്ട, ഗൾഫിൽ GCCയിൽ ഏത് രാജ്യമാവട്ടെ, ഖത്തറോ സൗദിയോ ബഹ്റൈനോ ഏത് രാജ്യമോ UAE ആവട്ടെ, എവിടെയും ഹിന്ദിക്കാരില്ലാത്ത നാടുണ്ടാവില്ല. ഹിന്ദി സംസാരിച്ചാൽ ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. ചിലപ്പോഴും ഇംഗ്ലീഷിനെ അറിഞ്ഞില്ലെങ്കിലും ഹിന്ദി ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. ഇനി ഇംഗ്ലീഷ് അറിയെങ്കിലും ഹിന്ദി അറിയാത്തതുകൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങൾക്ക് എന്തോ മനസ്സിലാവുന്നുണ്ടോ? ഹിന്ദി അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ. ഇംഗ്ലീഷാണ് ഏറ്റവും നമ്പർ 1 അല്ലേ? അപ്പോൾ നമ്പർ 1 ഇംഗ്ലീഷാണ്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഷയാണ് ഹിന്ദി. ഇത് രണ്ടും നിർബന്ധമായിട്ട് ഭാഷ പഠിക്കണം, സംസാരം പഠിക്കണം. ഓക്കെ. ചെറിയൊരു കഥയുണ്ട്, സ്മോൾ സ്റ്റോറി. ഒരു കുട്ടിക്ക് ഹിന്ദി പഠിക്കാൻ ഇഷ്ടമല്ല. ഓക്കെ, മനസ്സിലായ? ഒരു കുട്ടിക്ക് ഹിന്ദി പഠിക്കാൻ ഇഷ്ടമല്ല. ഹിന്ദി പീരീഡ് ഈ കുട്ടി എന്ത് ചെയ്യും? നിങ്ങൾ പറ ഒന്ന് വെറുതെ പറഞ്ഞു നോക്ക്. ഗസ്സൈ അഫാനെ പറയും. ക്ലാസ് കട്ട് ചെയ്തവൻ പുറത്ത് ജനലിലൂടെ ഒക്കെ ചാടി എങ്ങനെയൊക്കെയോ പുറത്ത് പോയിട്ട് എവിടെയോ പോയിരിക്കും. ഹിന്ദി പീരീഡ് കഴിഞ്ഞവൻ തിരിച്ചു വരും. ഇങ്ങനെയാണ് കുട്ടി ചെയ്തിരുന്നത്. പക്ഷെ അത് സ്കൂളിൽ അറിഞ്ഞു. അങ്ങനെ ഹിന്ദി ടീച്ചർ അവനെ ഓടിച്ചടിച്ച് മനസ്സിലായോ? ഓടിച്ചടിച്ച് പിറ്റേന്ന് മുതൽ അവന് സ്കൂളിൽ വരാതായപ്പോൾ അങ്ങാടിയിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. വീട്ടിൽ നിന്ന് ബാഗുമായിട്ട് ഇറങ്ങും, സ്കൂളിലെത്തൂല. അങ്ങാടി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള മെക്കാനിക്ക് അറിയാം, കാറൊക്കെ മെക്കാനിക്ക് പറഞ്ഞ് ഇവിടെ കൂടിക്കോന്ന് പറഞ്ഞാൽ അവിടെ ഹെൽപ്പറായിട്ട് നിന്ന്. അപ്പോൾ ഡെയിലി രാവിലെ വരും, ബാഗ് അവിടെ വെക്കും, യൂണിഫോം മാറും, മെക്കാനിക്കിൻ്റെ പണി എടുക്കും. അവിടെ മെക്കാനിക്ക് 3 ഹിന്ദിക്കാരേനി. ഇവൻ ഹിന്ദി പഠിച്ചു
ഒരു 2 മാസത്തിനുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ നന്നായിട്ട് പഠിച്ചു. അപ്പോൾ അവന് സ്കൂളിൽ പോകാൻ കോൺഫിഡൻസ് ആയി. അവൻ നേരെ പിറ്റേന്ന് സ്കൂളിൽ ചെന്ന് ബുക്ക് മേഖല സ്കൂളിൽ ചെന്ന് ഹിന്ദി ടീച്ചറെ കാണുമ്പോൾ ഹിന്ദിയിലാണ് സംസാരിക്കുക. ടീച്ചർക്ക് ഹിന്ദി അറിയില്ല. മനസ്സിലായില്ലേ? ഹിന്ദി ടീച്ചേഴ്സിന് അധികം പേർക്കും നല്ലൊരു ശതമാനം പേർക്കും ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. ഇപ്പോൾ ടീച്ചർ ഇവനെ കാണുമ്പോൾ ഓടും. ഇവൻ്റെ ക്ലാസ്സിക്ക് വരാൻ തന്നെ ടീച്ചർക്ക് പേടിയാ. ഇവൻ ഹിന്ദിയെ പറയുള്ളൂ. എങ്ങനെയുണ്ട് അല്ലേ? ഇതുപോലെയാണ് ഭാഷ നമ്മൾ പഠിക്കണം, എല്ലാ ഭാഷയും കേട്ടോ. സാറാ ചൈനീസ് പഠിക്കണം. ചൈനീസിൽ എന്തേലും വേർഡ് അറിയോ? ഗുഡ് മോർണിംഗ് അറിയോ? എങ്ങനെ പറയാ? 早上好， എങ്ങനെ? 早上好， ദാഷൻ ഹാ. ഓക്കെ, നല്ല രസം. മൂക്കൊണ്ട് പറഞ്ഞാൽ നമ്മൾ ഒന്ന ചെയ്ത് പറയുന്ന പോലെ ഓതുമ്പോൾ ഒന്ന ചെയ്യണം. മൂക്കൊണ്ട് പറഞ്ഞാൽ മതി അല്ലേ? ഓക്കെ, അവിടെ ഈ അവരുടെ സോങ് ഒക്കെ കേൾക്കാൻ നല്ല രസമാണ്, ചൈനീസ് അല്ലേ? ഓക്കെ ഓക്കെ. ഏതായാലും ഇപ്പോൾ ചൈന നമ്മുടെ ശത്രു ആയിക്കൊണ്ടിരിക്കുകയാണ്, ചുരുക്കി പറഞ്ഞാൽ അല്ലേ? ചൈനയും പാകിസ്ഥാനും ഒരു ടീമായി, വേൾഡിലെ മൊത്തം രാജ്യങ്ങളും ഒരു ടീമായി. ഓക്കെ, ഏതായാലും നല്ല രസമുണ്ട്. ഇൻഷാ അല്ലാ അള്ളാഹു വലിയ അപകടമൊന്നും ഇല്ലാതെ നമ്മുടെ രാജ്യത്തെ കാക്കട്ടെ, രാജ്യനിവാസികളെ കാക്കട്ടെ. വലിയ ദുരന്തങ്ങളും അക്രമങ്ങളും വലിയൊരു യുദ്ധത്തിലേക്ക് പോവാതെ ഇത് എല്ലാം ഒന്ന് സമാധാനത്തോടെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം അല്ലേ? ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താ? പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തെ പറ്റി നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറഞ്ഞേ, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ നോക്കട്ടെ. എന്താ ജൗഹറെ? ഞാൻ പറയുന്ന എത്ര വേഗം ഇത് നിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ത്യ ജയിക്കട്ടെ. ഇന്ത്യ ജയിച്ചിട്ട് പാകിസ്ഥാനും കൂടെ ഇന്ത്യയിൽ ഇങ്ങോട്ട് ആക്കുക അല്ലേ? പാകിസ്ഥാനും കൂടെ പിടിച്ച് ഇന്ത്യയിൽ അടക്കുക, പിന്നെ പാകിസ്ഥാനിൽ പോകുന്ന അറിയില്ല എല്ലാവരും. ചില ആൾക്കാർ എപ്പോഴും പറയും പാകിസ്ഥാനിൽ പോകുന്നത്, പാകിസ്ഥാനെ പിടിച്ചെടുക്കുക, എന്നിട്ട് പാകിസ്ഥാനും കൂടെ ഇന്ത്യൻ്റെ ഭാഗമാക്കുക. വേൾഡിൽ നമ്പർ 1 പവർഫുള്ളായി അല്ലേ? പാകിസ്ഥാൻ ഇന്ത്യൻ്റെ ഭാഗമാകുന്നതോടുകൂടിയിട്ട് ലോകത്ത് ഏറ്റവും നമ്പർ 1 ശക്തിയായിട്ട് ഇന്ത്യ മാറി. പിന്നെ അമേരിക്കനൊക്കെ കറക്കി ഇസ്രായേലിലൊക്കെ പോയിട്ട് ഇസ്രായേലിനോട് നമുക്ക് പറയാൻ പറ്റും, നിങ്ങളൊന്നും ചെയ്യരുത് എന്ന്. അപ്പോൾ വൺ പവർഫുൾ കൺട്രി ആയിട്ട് ഇന്ത്യ മാറും ഇൻഷാ അല്ലാ. എന്തായാലും എന്തോന്നിനുള്ള തുടക്കമാണ് ഇതൊക്കെ. വരട്ടെ. എന്താ വീണ്ടും ഇത് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഇസ്രായേൽ പലസ്തീൻ വാർ ഇപ്പം നടക്കുന്നുണ്ട്. പിന്നെ കൊന്നുകൊണ്ടിരിക്കല്ലേ, വെടിവെച്ച് കൊല്ലുന്നു, ബോംബിട്ട് കൊല്ലുന്നു. അതൊക്കെ ബിസിനസ്സാണ്. അവിടെ ഈ ഓയിലൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്, ക്രൂഡ് ഓയിലോ പിന്നെ അതുപോലെ പലതും ഉണ്ട്. ആ സ്ഥലം അവർക്ക് വേണം, അതിനാ സ്ഥലത്തിൽ അടിയാണ് നടക്കുന്ന സംഭവം. ഓക്കെ, മറ്റൊരാവിടെ നിന്ന് പോകില്ല എന്ന് പറയാണ്. നിങ്ങളെ വീട്ടിൽ അപ്പുറത്തെ അയൽവാസി വീട്ടുകാർ വന്നിട്ട് പറയാണ് ഇന്ന് മുതൽ ഞങ്ങളുടെ വീട് ഞങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കും. അതാണ് ഇപ്പോൾ അവിടെ ഫലസ്തീനിൽ സംഭവിക്കുന്നത്. ഒട്ടകത്തിന് സ്ഥലം കൊടുത്തായിരിക്കും. പണ്ട് ജൂവിഷ് പീപ്പിൾസ് അവിടെ വന്ന സമയത്ത് ഇവർക്ക് സ്ഥലം കൊടുത്ത്. ഇപ്പോൾ ഇവർ പറയാണ് നിങ്ങൾ പോയിക്കോളും, ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന്. ഓക്കെ, നിങ്ങൾ വല്ല മരുഭൂമിയിലോ സൗദിയിലോ ഇടം പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം അവിടെ എന്ന് പറയാം. അവിടെ നായിമ. ഇസ്രായേലിനെയോ പാകിസ്ഥാനിനെയോ ഇന്ത്യയിലെ ആർമിനെ ടാങ്കറെ കൊണ്ട് വെടിയിടും. പറ്റും. അതിന് ഇജ്ജ് പ്രസിഡന്റ് ആവേണ്ടി വരും, അല്ല ഇജ്ജ് പ്രധാനമന്ത്രി ആവേണ്ടി വരും, ഇന്ത്യ പ്രധാനമന്ത്രി. ഓക്കെ, ഹൈസാന്. ഉസ്താദേ, ഞാൻ കേട്ടത് ഇസ്രായേൽ വാർ നിർത്തിയതല്ലോ. അവരും അങ്ങനെയാണ്. അവരുടെ സ്വഭാവം എന്താ അറിയോ? അവർ പറയും ഞങ്ങളൊക്കെ നിർത്തി എന്നറിയും, എന്നിട്ട് പിറ്റേന്ന് പോയിട്ട് വലിയ രഹസ്യമായിട്ട് തല്ലുണ്ടാക്കും. അവരങ്ങനെയാണ്. അവരെ ഖുറാനിൽ തന്നെ അവരെ പറ്റി അങ്ങനെ പറഞ്ഞു, അവർ വാക്ക് പാലിക്കൂല. ഓക്കെ, അവർ വാക്ക് പറഞ്ഞാൽ പാലിക്കൂല, അവരങ്ങനെ തന്നെയാണ്, അവരത് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അവരാര് പറഞ്ഞാലും കേൾക്കാത്തൊരു വിഭാഗമാണ്. ഓക്കെ, നമ്മൾ കൺക്ലൂഡ് ചെയ്യാം അല്ലേ? അപ്പം പിന്നെ ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാല്ലാ ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കട്ടെ. ലോകത്ത് ഇസ്ലാം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? എത്ര പേർക്കറിയാം? സമാധാനം എന്നാണ്. ശാന്തി, സമാധാനം. ഇപ്പോൾ സമാധാനം ഉണ്ടാവാനും നമ്മൾ ഫൈറ്റ് ഉണ്ടാക്കുന്ന ആളുകളല്ല, സമാധാനവും ശാന്തിയും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അക്രമം ചെയ്യരുത്. ഇസ്ലാമിൽ തന്നെ യുദ്ധം ഉണ്ടായത് എങ്ങനെയാ? ഇസ്ലാമിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലാണ് ജനിച്ചത്. മക്കയെന്ന് അവർ പുറത്താക്കി. അപ്പോൾ നാട് വിട്ടു പോയി, വീട്ടിൽ നിന്ന് പുറത്താക്കി, കുടുംബത്തിൽ നിന്ന് പുറത്താക്കി, നാട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ നാട് വിട്ട് വേറെ രാജ്യത്ത് മദീനത്ത് പോയി. മദീനത്തേക്ക് ഇവർ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് തിരിച്ചടിച്ചത്. അതിനാണ് ബദർ യുദ്ധങ്ങൾ. കേട്ടിട്ടുണ്ടോ? ബദർ യുദ്ധം കേട്ടവരുണ്ടോ? ബദർ യുദ്ധം കേട്ടവർ കൈവക്ക്. ഓക്കെ, അത് അങ്ങനെയാണ് വരുന്നത്. മദീനയിൽ സമാധാനത്തോടെ നിൽക്കാൻ സമ്മതിക്കണില്ല, സ്വന്തം നാട്ടിൽ നിന്ന് ഓടിച്ചു. ഇനി അവിടെ വന്നിട്ട് ഇവർ തല്ലാൻ വരിക. അപ്പോൾ പിന്നെ നമ്മൾ നോക്കിക്കണോ?
അല്ലേ? അത് നോക്കിക്കോ, അവർ തിരിച്ചടിച്ചു. അതാണ് ബദർ യുദ്ധം. ഓക്കെ, ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനം വരുത്തണേ അല്ലാ. ദുആ ചെയ്തേ. അള്ളാഹുവെ എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും അള്ളാഹുവെ, എല്ലാ നല്ല മനുഷ്യർക്കും അള്ളാഹുവെ നീ ഭക്ഷണം കൊടുക്കണേ അല്ലാ. പട്ടിണി കിടക്കുന്നവർ, വീടില്ലാത്തവർ, ഭക്ഷണം ഇല്ലാത്തവർ, വെള്ളമില്ലാത്തവരുണ്ട്, വെളിച്ചമില്ലാത്തവർ, കറണ്ട് വൈദ്യുതി ഇല്ലാത്തവർ ഒക്കെ ഉണ്ട്. അള്ളാഹുവർക്കൊക്കെ നിൻ്റെ നിഅമത്ത് നൽകണേ അല്ലാ. ആ നിഅമത്തൊക്കെ തടഞ്ഞു വെച്ചിട്ടുള്ള മനുഷ്യന്മാരായ അക്രമികളായ ജനങ്ങളെ അവരെ നീ ശിക്ഷിക്കണേ അല്ലാ. അള്ളാഹുവെ ഈ ടെററിസം, തീവ്രവാദം ആയിട്ട് ബന്ധപ്പെട്ട് നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും നീ നശിപ്പിക്കണേ അല്ലാ. اللهم ربنا تقبل منا يا رب العالمين. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.